ഹലോ ഗൈസ്, ഇന്ന് മാർച്ച് 22. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. വേറൊന്നുമല്ല, ഇന്ന് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ്. അച്ഛൻ്റെ അമ്മയുടെയും കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 16 വർഷമായി. ആദ്യം ഞാനും അമ്മയും അനിയത്തിയും കൂടെ ഞങ്ങളുടെ വീടിന് തൊട്ട് ഫ്രണ്ടിലുള്ള അമ്പലത്തിലോട്ട് പോയി. അച്ഛനപ്പോൾ ഞങ്ങളുടെ പുതിയ വീടിൻ്റെ പണി നടക്കുന്ന അവിടെ നനക്കാൻ പോയിരിക്കുകയായിരുന്നു. അച്ഛനും വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ 4 പേരും കൂടെ അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിലോട്ട് പോയി. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആ ഡേറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയിരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം എന്തായാലും ഞങ്ങൾ പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ട് തന്നെ ഇരിക്കുമായിരുന്നു. നമ്മളിപ്പോൾ പോകാൻ പോകുന്ന അമ്പലം വാരനാട് അമ്പലമാണ്. ഈ അമ്പലത്തിലോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ വീടിന് കുറച്ചങ്ങോട്ട് മാറിയിട്ട് വേറൊരു ചെറിയ അമ്പലമുണ്ട്. അവിടെ പൊങ്കാലയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി തൊഴുത് പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് പോകുന്നത്. വാരനാട് അമ്പലത്തിൽ ഇന്ന് മീനഭരണി മഹോത്സവമായിരുന്നു. പക്ഷെ ഞങ്ങളിത് അറിയാതെയാണ് അങ്ങോട്ട് ചെന്നിരുന്നത്. നല്ല തിരക്കായിരുന്നു. കുറേ നേരം ക്യൂവിലൊക്കെ നിന്നിട്ടാണ് ഞങ്ങൾ അകത്ത് കയറി തൊഴുതത്. മീനഭരണി മഹോത്സവം ആയതുകൊണ്ട് തന്നെ ഇന്ന് അവിടെ താലപ്പൊലിയും അമ്മങ്കൂടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ പറ്റി. മാത്രമല്ല നല്ല വെയിലായിരുന്നു. കാലൊക്കെ ശരിഞ്ഞ് പൊള്ളി വെന്ത് പോയിട്ടോ. അവിടെ അന്നദാനം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാതെയാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ അത്രയും നേരം ക്യൂവിൽ നിന്ന് കഴിക്കാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ പോകുന്ന വഴിക്കൊരു ഹോട്ടലിൽ കയറി. അച്ഛനും അമ്മയും മീൽസ് ഓർഡർ ചെയ്തു. ഞാനും അനിയത്തിയും ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഞാനൊരു ഫുൾ ബിരിയാണിയും അനിയത്തിക്ക് ഒരു ഹാഫ് ബിരിയാണിയുമാണ് പറഞ്ഞത്. ഞാൻ ബിരിയാണി കഴിച്ച് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് മീൽസ് മതിയായെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്മയുടെ പ്ലേറ്റിൽ നിന്ന് കുറച്ച് മീൽസും കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഇവിടെ ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കുറച്ച് ഫോട്ടോസൊക്കെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഹാപ്പി ആനിവേഴ്സറി. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.